ഹൈ മേഘമല പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് പൊള്ളാച്ചി മേഘമല അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ വീഡിയോ കാണാം. ഈ റൈഡ് പോകുന്ന ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പാലക്കാട് നിന്ന് ഒരു 4 പയ്യന്മാരൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. മേഘമല എന്ന് പറഞ്ഞ ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇത് അധികം ആളുകളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ലൊക്കേഷൻ കൂടെയാണ്. പാലക്കാട് നിന്ന് ഫ്രണ്ട്സിനെ എല്ലാവരും മീറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. 2 അഡ്വഞ്ചർ 250യും 3 എക്സ്പേൾസ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. തമിഴ്നാടിൻ്റെ റോഡിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൈ കൊടുത്ത് ഓടിക്കാം. നല്ല ഓപ്പൺ റോഡാണ്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇടുമ്പോൾ ഹൈവേസ് എന്ന് വേണം ലൊക്കേഷൻ ഇടാൻ, എന്നാലും ഇവിടെ പ്രോപ്പർ റൂട്ട് കാണിക്കും. തേനി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇവിടെ ഹൈവേൻ്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു റൈറ്റ് ടേൺ മിസ്സായി. ഇനി തൽക്കാലം ഇവിടുന്ന് ഷോർട്ട് കട്ട് എടുക്കാം. ഒക്കെ അഡ്വഞ്ചർ ബൈക്സ് ആയതുകൊണ്ട് ഏതേനെ ഇറങ്ങി പോരും. ഹൈവേയിൽ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു ഏരിയയാണിത്. ഒരു ഗ്രൗണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും ജമ്പ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നേരെ ചിന്നമന്നൂർ റൂട്ട് പിടിക്കണം. തേനി എത്തിയപ്പോൾ പിന്നെ കാഴ്ചകൾ മാറി. ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഫ്യൂവൽ സ്റ്റേഷൻ വരുന്ന ചിന്നമന്നൂരാണ്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവൽ സ്റ്റേഷനൊന്നും വരുന്നില്ല. വണ്ടിയിൽ ഫ്യൂവൽ കുറവാണെങ്കിൽ ഇവിടെ തന്നെ ഫില്ല് ചെയ്തിട്ട് പോവുക. നമ്മളിവിടെ എത്തുന്നവരെ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. പെട്ടെന്ന് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടി. ഇത് കണ്ടോ, പടക്കം പൊട്ടിയേ. ഇവരിവിടെ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട്. റോട്ടിൽ വണ്ടിയൊക്കെ ഉള്ള ടൈമിലൊക്കെയാണ് പടക്കം പൊട്ടിക്കുന്നത്. ഈ പന്തലിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെക്കാം. സംഭവം നമ്മളെ റോഡ് തന്നെയാണ്, നമുക്ക് പോകാനുള്ള റോഡ് തന്നെയാണ്. ഹെൽമെറ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു സീനും ഇല്ല. ഇതുണ്ട്, പോലീസൊന്നും ഹെൽമെറ്റ് വേണ്ട. ഇതാണ് ചിന്നമന്നൂർ ഗ്രാമം. ഇവിടെ കാര്യമായിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണും കേട്ടോ. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടി നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. ഇവർ പറഞ്ഞ തിരിച്ച് വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് തന്നെ തിരിച്ചിറങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുകളിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ഓപ്ഷനൊക്കെ ഉണ്ട്. അധികമൊന്നുമില്ല, വളരെ കുറഞ്ഞ സ്റ്റേ ഉള്ളൂ. പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് മേഘമലയിലോട്ട് ഡ്രോണും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. ഒന്നല്ലെങ്കിൽ ഇവിടെ താഴെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കേണ്ടി വരും. മറ്റുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ പോലെ അധികം ആളുകളൊന്നും വന്നിട്ടുള്ള സ്പോട്ടല്ല അത്. അതുകൊണ്ട് തന്നെ റോട്ടിലും തന്നെ ഒട്ടും തിരക്കില്ല. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ കഴിയും. പല ഏരിയയിൽ റോഡിൻ്റെ ഭാഗങ്ങളിൽ ഇതുപോലെ ഇടിഞ്ഞു പോയതും റോട്ടിലോട്ട് മണ്ണ് വീണതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചെറിയ കോടയും തണുപ്പൊക്കെ കിട്ടി തുടങ്ങി. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ് അടിപൊളി. നമ്മൾ ഇത്രയും ചൂടെന്ന് വന്ന് പെട്ടെന്നാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആവണേ. ഞാൻ യാസിൻ്റെ ഒക്കെ ബ്ലോഗ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം തന്നെ അറിയണേ. ഏതായാലും ഇത് നല്ലൊരു ടൈമിൽ തന്നെ എത്തിയത്. ക്ലൈമറ്റ് ഒട്ടും ബാഡല്ല.
വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട്. നല്ല ഏരിയ ഒക്കെ കാണുമ്പോൾ വണ്ടിയൊക്കെ നിർത്തി നല്ല നൈസ് മൂഡാണ് സ്ഥലം. മേഘമല എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് കാണാനുള്ളത് മഹാരാജ്മേട്ട് വ്യൂ പോയിന്റ് ആണ്. ഈ വ്യൂ പോയിന്റ് പോണ വഴിക്ക് കുറേ ഡാമും റിസർവോയറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. മഹാരാജ്മേട്ടിൽ 30 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. നല്ല കോടുള്ള ടൈമാണെങ്കിൽ ഇവിടുന്ന് അധികം വ്യൂ ഒന്നും കിട്ടൂല. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ റോഡ് എൻഡ് ആവും. പിന്നെ ഇവിടുന്ന് തിരിച്ചു വേണം വരാൻ. ഇവിടെ കടകളും മറ്റുമൊക്കെ കുറവായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് ലിക്വിഡ് മണി തന്നെ കയ്യിൽ വെക്കണം. ഇൻ്റർനെറ്റും ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല. മഹാരാജ്മേട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഇവിടെ വളരെ കുറഞ്ഞ സ്റ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ബുക്കിംഗ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വിളിച്ച് ബുക്ക് ചെയ്ത് വരുന്നതാണ് ബെറ്റർ. നമ്മളെന്തായാലും ഇവിടെ സ്റ്റേ ഒന്നും എടുക്കണില്ല. ഒരു 1 ഡേ കൊണ്ട് പോയി തിരിച്ച് നാട്ടിലോട്ട് എത്താൻ തന്നെയാണ് പ്ലാന്. തിരിച്ച് നമ്മൾ ചിന്നമന്നൂർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏതെങ്കിലും മുന്തിരിത്തോട്ടവും കൃഷികളൊക്കെ കാണണം. ഇവിടെ ഒരാൾ പശുക്കളെ തീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും കഴുത്തിലും മണി കെട്ടിയിട്ടുണ്ട്. അതിങ്ങനെ ഇളകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഈ ഏരിയയിൽ കംപ്ലീറ്റ് അതിൻ്റെ സൗണ്ടാണ്. സംഭവം ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇത് കാണുന്നത്, ഇങ്ങനെ ഈ സൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ ഇവിടുന്ന് അടുത്തത് മുന്തിരിത്തോട്ടം തിരഞ്ഞിട്ടുള്ള പോക്കാണെങ്കിൽ. ഇതിൻ്റെ സൗണ്ട് കേട്ടോ, ഇതിങ്ങനെ കേൾക്കാൻ നല്ല രസമാണ്. ഒന്നാമതൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ കൂടെയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം മുന്തിരിത്തോട്ടത്തേക്ക് പോകാൻ. സംഭവം നമുക്ക് ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോയാലേ മുന്തിരിത്തോട്ടത്തേക്ക് എത്തുള്ളൂ. മറ്റവന്മാർ പോയിട്ടുണ്ട്. ഇവിടേക്ക് കയറാൻ പറ്റിയ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഇല്ല അങ്ങ് പോകാമാണ് വണ്ടിയില് പോകാറ്. ഇങ്ങ ആരും ഇല്ലയാ? അപ്പ അമ്മ പോയി ആളുണ്ടോ? ആ
ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. മേഘമല വന്നാൽ കാണാനുള്ളതും മേഘമല പോകുന്ന വഴിക്കുള്ളതൊക്കെ. പിന്നെ ഈ അടുത്ത സ്പോട്ടിൽ കാണാം.